നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആത്മാഞ്ജലി മുദ്ര. ആത്മാഞ്ജലി മുദ്ര പ്രാർത്ഥന ആംഗ്യങ്ങൾ എന്നും അറിയപ്പെടുന്ന യോഗയിലെ ആദരണീയമായ കൈമുദ്രയാണ്. ഹൃദയ കേന്ദ്രത്തിൽ കൈപ്പത്തികൾ ഒന്നിച്ച് അമർത്തി രൂപപ്പെടുത്തിയത്. അത് ആദരവും നന്ദിയും സൂചിപ്പിക്കുന്നു. ഈ മുദ്ര പലപ്പോഴും ആശംസയുടെ ആംഗ്യമായി ഉപയോഗിക്കുന്നു. അംഗീകാരവും ആത്മീയ ബന്ധവും ഐക്യത്തിൻ്റെയും ആന്തരിക പ്രതിഫലത്തിൻ്റെയും ബോധം വളർത്തുന്നു. ചെയ്യേണ്ട ഘട്ടങ്ങൾ: ധ്യാനാസനത്തിൽ സുഖമായിരിക്കുക. ചെയ്യേണ്ട ഘട്ടങ്ങൾ: ധ്യാനാസനത്തിൽ സുഖമായി ഇരിക്കുക. നിങ്ങളുടെ കൈമാർഗങ്ങൾ തുരുത്തുക. ഹൃദയകേന്ദ്രത്തിൽ കൈകൾ ചേർക്കുക. വിരലുകൾ വശത്തായി അമർത്തുക. നിങ്ങളുടെ കൈകളുടെ അടിപാത്രത്തിലെ ഭാഗങ്ങൾ ചേർത്ത് വയ്ക്കുക. വിരലുകൾ മുകളിലേക്ക് വരിക. നിങ്ങളുടെ കഴുത്ത് ചുറ്റിയിരിക്കുന്ന കുറച്ച് തിരിക്കുക. കണ്ണുകൾ അടയ്ക്കുക. ശ്വസനത്തിൽ കേന്ദ്രീകരിക്കുക. ധ്യാനം ചെയ്യുക. വിശ്രമത്തോടെ കേന്ദ്രീകരിച്ച് സ്ഥിതി നിലനിർത്തുക. ടൈം ഡ്യൂറേഷൻ: പൊതുവായ ശുപാർശ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ യോഗ അഭ്യാസത്തിൽ ഭാഗമായുള്ള 5 മുതൽ 10 ശ്വാസത്തിനിടയിൽ ചിഹ്നം പിടിച്ചിരിക്കുക. പ്രധാന നേട്ടങ്ങൾ: ഐക്യം വളർത്തുക. ആദരവും നന്ദിയും പ്രകടിപ്പിക്കുന്നു. ശരീരവും മനസ്സും ആത്മാവും ഏകീകരിക്കുന്നു. ഐക്യത്തോടെ ബോധം വളർത്തുന്നു. ശ്രദ്ധയും കേന്ദ്രീകരിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. ഒരു ശാന്തമായ സാന്നിധ്യം ക്ഷണിക്കുന്നു. പ്രയോജനപദം: ഹൃദയം. ആത്മാഞ്ജലി മുദ്ര രക്തചംക്രമണം വർദ്ധിപ്പിക്കുന്നു. കൈകൾ വിരലുകളുടെ പേശി. കൈപ്പത്തി ഒരുമിച്ച് അമർത്തുന്നത് കൈകളുടെയും വിരലുകളുടെയും പേശികൾക്ക് സൗമ്യമായ വ്യായാമം നൽകുന്നു. സ്ട്രെസ് കുറയ്ക്കാനും വിശ്രമം പ്രോത്സാഹിപ്പിക്കുന്നു. സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു. ഇമോഷൻ സ്റ്റെബിലിറ്റി: മാനസിക സുസ്ഥിരതയും സ്ഥിരതയും പ്രോത്സാഹിപ്പിക്കാൻ സഹായിക്കുന്നു. അപ്പം നിങ്ങൾ ഈ ആത്മാഞ്ജലി മുദ്ര നന്നായി പരിശീലിക്കുക. നിങ്ങളുടെ ടെൻഷൻ കുറയ്ക്കാനൊക്കെ ഇത് ഒരുപാട് സഹായിക്കുന്നതാണ്. ഞാൻ ഇതിനു മുമ്പെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളിത്